സ്റ്റാറ്റിസ്റ്റിക്സ് ക്ലാസ്സിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. റാൻഡം വേരിയബിൾ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡാണ്. നമ്മൾ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ പഠിച്ചു കഴിഞ്ഞു. ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ വിശദമായി കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തതാണ്. അവിടെ നമ്മൾ പറഞ്ഞത് എ വേരിയബിൾ ദാറ്റ് ക്യാൻ ടേക്ക് എ ഡിസ്ക്രീറ്റ് ടൈപ്പ് ഓഫ് വാല്യൂസ്. എക്സാമ്പിൾ പറഞ്ഞത് നമ്പർ ഓഫ് ഫാമിലീസ്, നമ്പർ ഓഫ് ചിൽഡ്രൻസ് ഇൻ എ ഫാമിലി, നമ്പർ ഓഫ് ആക്സിഡൻറ്റ്സ് ഇൻ എ സിറ്റി എന്നൊക്കെ നമ്മൾ പറഞ്ഞ ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള വാല്യൂകൾ, ദാറ്റ് ഈസ് ഫൈനൈറ്റ് ഓർ കൗണ്ടബിളി ഫൈനൈറ്റ് വാല്യൂസ് എന്നാണ് അവിടെ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസിന് നമ്മൾ പഠിച്ചത്. നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾസ് ആണ്. കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എന്ന് പറഞ്ഞാൽ എ റാൻഡം വേരിയബിൾ ദാറ്റ് ക്യാൻ അസ്യൂം എനി വാല്യൂ കണ്ടെയ്ൻഡ് ഇൻ വൺ ഓർ മോർ ഇൻ്റർവെൽസ് ഈസ് കോൾഡ് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ. ഒരു എക്സാമ്പിൾ പറയാം. ലൈഫ് ലെങ്ത് ഓഫ് ആൻ ഇലക്ട്രിക് ബൾബ്. ഒരു ബൾബ് എത്ര മണിക്കൂർ പ്രകാശിക്കും? കമ്പനി അവകാശപ്പെടുകയാണ് ഞങ്ങളുടെ ബൾബ് 300 മണിക്കൂർ പ്രകാശിക്കും, അല്ലെങ്കിൽ ഞങ്ങളുടെ ബൾബ് 500 മണിക്കൂർ പ്രകാശിക്കും എന്ന് പറഞ്ഞാൽ ബൾബിൻ്റെ കറക്റ്റ് ലൈഫ് ലെങ്ത് ചിലപ്പോൾ 5000 മണിക്കൂറാകാം, ചിലപ്പോൾ 5000-ന് താഴെയാകാം, ചിലപ്പോൾ 5000-ന് മുകളിലാകാം. ദാറ്റ് ഈസ് നോട്ട് ഫൈനൈറ്റ്. അപ്പോൾ ആ എക്സിന് സ്വീകരിക്കാൻ പറ്റുന്ന വിലകൾ, ആ വേരിയബിൾ, ഒത്തിരി ബൾബുകൾ കൊടുത്തിട്ടാണ് നമ്മളതിൻ്റെ ലൈഫ് ലെങ്ത് മെഷർ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എക്സ് ക്യാൻ ടേക്ക് എ കണ്ടിന്യൂം ഓഫ് വാല്യൂസ് ഇൻ ആൻ ഇൻ്റർവൽ. ഇപ്പോൾ 0 മുതൽ 5000 മണിക്കൂർ വരെ എന്ന് പറയുന്നതിൻ്റെ അകത്ത് ഏത് വിലകൾ വേണമെങ്കിലും സ്വീകരിക്കാം. അപ്പോൾ എനി വാല്യൂ ബിറ്റ്വീൻ ആൻ ഇൻ്റർവൽ. ഇപ്പോൾ ഞാൻ ക്ലാസ് എടുക്കുന്നത് 1 മണിക്കൂറാണ്, 9 മണി മുതൽ 10 മണി വരെയാണെന്ന് വിചാരിക്കുക. മൈ ടൈം ഓഫ് ക്ലാസ് ഈസ് 9 to 10. അപ്പോൾ എൻ്റെ ടൈം ക്ലാസ് എന്ന് പറയുന്ന 1 മണിക്കൂറിൽ ഏത് നിമിഷങ്ങളും ആകാം. ഇതിനെയാണ് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്. ടെമ്പറേച്ചർ എന്ന് പറയുന്നത് അത് തന്നെ. ടെമ്പറേച്ചർ നമുക്ക് ഷാർപ്പായിട്ട് അളക്കാൻ പറ്റും, എങ്കിലും അത് ഇത്ര ഡിഗ്രി മുതൽ ഇത്ര ഡിഗ്രി സെൻറ്റിഗ്രേഡ് വരെ എന്ന് പറയുന്ന ഏത് വാല്യൂസും സ്വീകരിക്കാം, മൈന്യൂട്ട് വാല്യൂസും സ്വീകരിക്കാം. അങ്ങനെ കണ്ടിന്യൂം ഓഫ് വാല്യൂസ്, എ കണ്ടിന്യൂസ് വാല്യൂ സ്വീകരിക്കാൻ പറ്റുന്ന റാൻഡം വേരിയബിൾസിനെയാണ് നമ്മൾ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്. അതിനാണ് നമ്മളിപ്പോൾ പഠിച്ചത് ലൈഫ് ലെങ്ത് ഓഫ് ആൻ ഇലക്ട്രിക് ബൾബ്, അല്ലെങ്കിൽ ലൈഫ് ലെങ്ത് ഓഫ് എ ടയറിൻ്റെ ലൈഫ് ലെങ്ത്. അതെല്ലാം കണ്ടിന്യൂസ് റാൻഡം വേരിയബിളാണ്. അതിന് നമ്മൾ വിശദമായ ഒരു ചാപ്റ്റർ തന്നെ പഠിക്കാനുണ്ട്. അതിൻ്റെ പേരാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. ദ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ഈസ് കോൾഡ് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ. അപ്പോൾ റാൻഡം വേരിയബിൾ നമ്മൾ ഡിസ്ക്രീറ്റിന് പഠിപ്പിച്ചപ്പോൾ നമ്മളവിടെ PMF പഠിച്ചു. ആ റാൻഡം വേരിയബിളുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വന്ന സാമ്പിൾ സ്പേസിൽ നിന്നും നമുക്ക് ആ റാൻഡം വേരിയബിളിന് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടിയ പ്രോബബിലിറ്റീസിനെ നമ്മൾ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ അല്ലെങ്കിൽ PMF എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെയും റാൻഡം വേരിയബിളാണ്, ഒരേ ഒരു പ്രത്യേകതയേ ഉള്ളൂ, അത് കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ഇവിടെയും പ്രോബബിലിറ്റി ഉണ്ടാവും. അപ്പോൾ ദ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് continuous random variable is called probability density function PDF എന്ന് പറയും. probability density function PDF. അതിനെ നമ്മൾ it is denoted by small fx. നേരത്തെ നമ്മൾ പഠിച്ചത് denoted by px, probability of x എന്നാണ് പഠിച്ചത്. probability of x എന്ന് പഠിച്ചത് PMFനാണ്, അത് ഡിസ്ക്രീറ്റിനാണ്. ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് എ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ. അതിനെ സ്മോൾ എഫക്ട്സ് കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ഡെഫിനിഷൻ ഒന്നുകൂടി പറയാം. ദി പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ഈസ് കോൾഡ് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ അല്ലെങ്കിൽ PDF, ആൻഡ് ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ സ്മോൾ എഫക്ട്സ്. ചെറിയ എഫക്ട്സ് കൊണ്ടാണ് PDFനെ സൂചിപ്പിക്കുന്നത്. പ്രോപ്പർട്ടീസ് ഓഫ് PMF നമ്മൾ മുമ്പ് പഠിച്ചു കഴിഞ്ഞു. അതുപോലെ ഇവിടെ പ്രോപ്പർട്ടീസ് ഓഫ് PDF ഉണ്ടാവും. അവിടെ PMFൻ്റെ പ്രോപ്പർട്ടീസ് നമ്മൾ ഏതൊക്കെയാണ് മെയിനായിട്ട് പഠിച്ചത്? P of x ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അതുപോലെ ഇവിടെ F of x ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. എല്ലാ എക്സിനും F of x എന്ന് പറയുന്നത് 0-ത്തേക്കാൾ കൂടുതലായിരിക്കും. 0-ഓ 0-ത്തേക്കാൾ കൂടുതലോ ആയിരിക്കും എന്ന് പറഞ്ഞാൽ Fx ഈസ് പോസിറ്റീവ്. അടുത്ത രണ്ടാമത്തെ പറയുന്നത് ഇൻ്റഗ്രൽ -∞ to ∞ f of x dx ഈക്വൽ ടു 1. ഇതിന് പാരലായിട്ട് നമ്മൾ PMFൽ പഠിച്ച പ്രോപ്പർട്ടിയാണ് സമ്മേഷൻ ഓഫ് ഓൾ പ്രോബബിലിറ്റി ഈസ് ഈക്വൽ ടു 1. P ലൈൻ കൂട്ടിയാൽ 1 കിട്ടുമെന്നാണ് നമ്മളവിടെ പഠിച്ചത്. ഇപ്പോൾ പറയുന്നു
സമ്മേഷൻ അല്ല, കണ്ടിന്യൂസ് ആയതുകൊണ്ട് ഇറ്റ് ഈസ് ഇൻ്റഗ്രേഷൻ. ഇൻ്റഗ്രേഷൻ ഓഫ് മൈനസ് ഇൻഫിനിറ്റി എന്നവിടെ കാണുന്നത് എക്സിൻ്റെ ഏറ്റവും ചെറിയ വില മുതൽ എക്സിൻ്റെ ഏറ്റവും വലിയ വില വരെ, അല്ലെങ്കിൽ എക്സിൻ്റെ എല്ലാ വിലകളും, കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിൻ്റെ എല്ലാ വിലകളും ഫ്രീക്വൻസിയെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് 1 കിട്ടും. ദാറ്റ് ഈസ് ദ ടോട്ടൽ പ്രോബബിലിറ്റി ഈസ് 1. മൂന്നാമത്തത് പ്രോബബിലിറ്റി ഓഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. എ മുതൽ ബി വരെയുള്ള പ്രോബബിലിറ്റിയാണ് കാണാൻ ചോദിക്കുന്നതെങ്കിൽ കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിൽ ഇൻ്റഗ്രൽ എ ടു ബി എഫ് എക്സ് ഡി എക്സ്. നമ്മൾ പി എം എഫിലാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ ടു ബി ചോദിച്ചാൽ എയും ബിയും ഇടയിൽ എത്ര വാല്യൂസ് ഉണ്ടോ അവരുടെ എല്ലാ പ്രോബബിലിറ്റിയും കൂടെ കൂട്ടണം. ഇവിടെ കൂട്ടുന്നതിന് പകരം ഇൻ്റഗ്രേഷനാണ് ചെയ്യുന്നത്. ഇൻ്റഗ്രൽ എ ടു ബി എഫ് എക്സ് ഡി എക്സ്. അതിൽ ഇൻ്റഗ്രേഷൻ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചു കഴിഞ്ഞതാണ്. 2 ഫോർമുല ഉണ്ട്. ആ 2 ഫോർമുലയും ഇവിടെയും നമ്മൾക്ക് ഉപയോഗിക്കേണ്ടി വരും. അത് പ്രോബ്ലം സെക്ഷൻ വരുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. അടുത്തത്, ഇഫ് എ ലെസ് ദാൻ ബി ലെസ് ദാൻ സി. ബി എന്ന് പറയുന്ന ഒരു നമ്പർ എക്കും സിക്കും ഇടയിലാണെന്ന് വിചാരിക്കുക. ഉദാഹരണം 2, 5, 8. ആ 5 ബി എന്നിവിടെ ഉദ്ദേശിച്ചത്. അപ്പോൾ 2 ലെസ് ദാൻ 8, അതിൽ 5 ബി ആണ് എങ്കിൽ ആ പ്രോബബിലിറ്റി കാണാനായിട്ട്, എ മുതൽ സി വരെയുള്ള പ്രോബബിലിറ്റി കാണാനായിട്ട് ആ 5 എന്ന പോയിന്റിൽ, അതായത് ബി എന്ന പോയിന്റിൽ കൊണ്ടുവച്ച് സ്പ്ലിറ്റ് ചെയ്യാം. ഒന്നുകൂടെ പറയാം, 3 മുതൽ 8 വരെയുള്ള പ്രോബബിലിറ്റിയാണ് ചോദിച്ചതെന്ന് വിചാരിക്കുക. നമ്മൾ മൂന്നാം പ്രോപ്പർട്ടി അനുസരിച്ചാണെങ്കിൽ ഇൻ്റഗ്രൽ 3 to 8 എഫ് എക്സ് ഡി എക്സ് എന്ന് എഴുതി ചെയ്യും. ഇപ്പോൾ അതിനെ 2 സ്പെല്ലായിട്ട് ചെയ്യണമെന്ന് വിചാരിക്കുക. കാരണം ഈ റാൻഡം വേരിയബിളിന് ഏത് ഇൻ്റർവെല്ലിലെ വിലകളും സ്വീകരിക്കാൻ പറ്റും. അതുകൊണ്ട് അതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് പറയാനും സാധിക്കും. എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ ബി ടു സി എഫ് എക്സ് ഡി എക്സ്. അതിനെ നല്ല സ്റ്റൈലിഷായിട്ട് എഴുതുകയാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി. ഇനി അതിന് നേരെ ഇൻ്റഗ്രേഷൻ അപ്ലൈ ചെയ്ത് പ്രോബബിലിറ്റി കാണുകയാണെങ്കിൽ ഇൻ്റഗ്രേഷൻ എ ടു ബി എഫ് എക്സ് ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ ബി ടു സി എഫ് എക്സ് ഡി എക്സ്. അപ്പോൾ പ്രോപ്പർട്ടീസ് ഒന്നുകൂടെ പറയുകയാണ്. സ്മോൾ പി എക്സിന് എന്തെല്ലാം പ്രോപ്പർട്ടി ഉണ്ടോ ഏതാണ്ട് അതുപോലെയൊക്കെ തന്നെയാണ് ഇവിടെയും പ്രോപ്പർട്ടീസ് പറയുന്നത്. ഒന്നാമത്തത്, എഫ് ഓഫ് എക്സ് ഈസ് പോസിറ്റീവ്. എഫ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഫോർ എവരി എക്സ്. രണ്ടാമത്തത്, എല്ലാ പ്രോബബിലിറ്റിയും കൂടെ കൂട്ടിയാൽ അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ആൻസർ 1 ആയിരിക്കും. അത് എഴുതുന്നത് ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി എഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു 1. മൂന്നാമത്തത്, എ മുതൽ ബി വരെയുള്ള പ്രോബബിലിറ്റി ഓഫ് എ ടു ബി ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി എഫ് എക്സ് ഡി എക്സ്. നാലാമത്തെ പ്രോപ്പർട്ടി, ബി എന്ന് പറയുന്ന വാല്യൂ എക്കും സിക്കും ഇടയിലാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ ടു സി എന്ന് പറയുന്നത് ആ ബി എന്ന് പറയുന്ന പോയിന്റ് വെച്ച് സ്പ്ലിറ്റ് ചെയ്യാം. കാരണം അതിൻ്റെ ഇടയിലെ വാല്യൂ ആയതുകൊണ്ട് പ്രോബബിലിറ്റി ഓഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി പ്ലസ് probability of b less than or equal to x less than or equal to c, which is equal to integral a to b fx dx plus integral b to c fx dx. ഇത്രയും 4 പ്രോപ്പർട്ടീസ്. അവിടെ നിന്നൊരു ക്വസ്റ്റ്യൻ പറയുകയാണ്. ദ ഫോളോയിങ് ഈസ് എ പി ഡി എഫ്. താഴെ തന്നിരിക്കുന്നത് ഒരു പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ആണ്, പി ഡി എഫ് ആണ് എന്ന് ഉറപ്പിച്ച് പറയുന്നുണ്ട്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് കെ. ഇതുപോലെയാണ് നമ്മൾ മുമ്പൊരെണ്ണം ചെയ്തത് പി എം എഫിൽ, ഓർമ്മ ഉണ്ടോ? ദ ഫോളോയിങ് ഈസ് എ പി എം എഫ്, ഫൈൻഡ് ദ വാല്യൂ ഓഫ് കെ. അവിടെ നമ്മൾ എന്താ ചെയ്തത്? 2 പ്രോപ്പർട്ടീസ് അപ്ലൈ ചെയ്തു. പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഗ്യാരണ്ടിയാണ്, കാരണം ഇറ്റ് ഈസ് എ പി എം എഫ്. രണ്ടാമത് പറഞ്ഞത് സമ്മേഷൻ പി എക്സ് ഈക്വൽ ടു 0, പി ലൈൻ കൂട്ടിയാൽ 1 കിട്ടും. അങ്ങനെ ഈക്വൽ ടു 1 ഇക്വേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അതിൽ നിന്ന് കെക്ക് സോൾവ് ചെയ്തു. ഇപ്പോൾ അതേ പാരലൽ സ്റ്റെപ്സ് തന്നെയാണ് ഇവിടെയും. ഇവിടെ പറയുന്നു ദ ഫോളോയിങ് ഈസ് എ പി ഡി എഫ്. താഴെ തന്നിരിക്കുന്ന പി ഡി എഫ് ആണ് എന്ന് ഷുവറായിട്ട് പറയുന്നു. എങ്കിൽ ആ കെയുടെ വാല്യൂ എന്തായിരിക്കും? എഫ് എക്സ് ഈക്വൽ ടു കെ എക്സ്. അപ്പോൾ ആ കെ ആണ് കാണേണ്ടത്. എക്സിൻ്റെ വില ഏത് ഇൻ്റർവെല്ലിലാണ്? 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. പിന്നെ എഫ് എക്സിൻ്റെ വില 0, അതർവൈസ് വേറെ ഒരു എക്സ് വാല്യൂസിനും ഫ്രീക്വൻസി ഇല്ല, പ്രോബബിലിറ്റി ഇല്ല. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. എഫ് എക്സ് ഈക്വൽ ടു കെ എക്സ് വെയർ കെ ഈസ് എ കോൺസ്റ്റൻറ്റ്. ആ കെ എന്ന് പറയുന്ന നമ്പർ എത്രയാകണമെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അവിടെ എക്സ് എന്ന് പറയുന്ന ഇൻ്റർവെല് 0 മുതൽ 1 വരെയുള്ള എല്ലാ വിലകളും സ്വീകരിക്കാം. അടുത്തത് ഫ്രീക്വൻസി ഈ 0 ഓർ എഫ് ഓഫ് എക്സ് ഈ 0, പ്രോബബിലിറ്റി 0, അതർവൈസ് എക്സിന് വേറെ ഒരു സ്ഥലത്തും പ്രോബബിലിറ്റി ഇല്ല. സൊല്യൂഷൻ നമുക്കൊന്ന് നോക്കാം.
സിൻസ് ഇറ്റ് ഈസ് എ PDF, അതായത് ക്വസ്റ്റ്യനിൽ പറഞ്ഞു ദ ഫോളോയിങ് ഈസ് എ PDF, അതുകൊണ്ട് സിൻസ് ഇറ്റ് ഈസ് എ PDF, ഇത് PDF ആയതുകൊണ്ട് ദ ടോട്ടൽ ഇൻ്റഗ്രൽ ഈസ് ഈക്വൽ ടു 1. രണ്ടാമത്തെ പ്രോപ്പർട്ടി ദ ടോട്ടൽ ഇൻ്റഗ്രൽ ഫ്രം -∞ ടു +∞ fx dx ഈക്വൽ ടു 1. അവിടെ -∞ എന്ന് ഉദ്ദേശിച്ചത് എക്സിൻ്റെ ഏറ്റവും ചെറിയ വില, +∞ എന്ന് ഉദ്ദേശിച്ചത് എക്സിൻ്റെ ഏറ്റവും വലിയ വില. ഇവിടെ എക്സിൻ്റെ ഏറ്റവും ചെറിയ വില നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം 0 മുതൽ 1 വരെയാണ്. അപ്പോൾ എക്സിൻ്റെ ഏറ്റവും ചെറിയ വില 0 ആണ്. എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിളിൻ്റെ ഏറ്റവും കൂടിയ വില 1 ആണ്. അപ്പോൾ ഞാനത് വാല്യൂസ് കൊടുത്തെഴുതുകയാണ്. -∞ എന്ന് പറഞ്ഞാൽ ചെറിയ വില, ദാറ്റ് ഈസ് എക്സ് ഹിയർ ഈസ് 0. എക്സ് ഇവിടുത്തെ വില 0 ആണ്. അപ് ടു ഏറ്റവും കൂടിയ വില റാൻഡം വേരിയബിളിന് 1 ആണ്. 0 to 1 അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നോക്കിയാണ് അത് എഴുതുന്നത്. 0 to 1 kx dx ഈക്വൽ ടു 1. അതായത് രണ്ടാമത്തെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാണ്. ഇൻ്റഗ്രൽ -∞ ടു +∞ fx dx ഈക്വൽ ടു 1. ഇനി അതിൻ്റെ അകത്ത് നമ്മൾ സൊല്യൂഷൻ നടത്തുകയാണ്. ഇൻ്റഗ്രേഷൻ്റെ പ്രോപ്പർട്ടീസ് അപ്ലൈ ചെയ്യണം. ഇവിടെ k എന്ന് പറയുന്നത് ഒരു സ്ഥിരസംഖ്യയാണ്. കെ കണ്ടുപിടിക്കേണ്ട നമ്പറാണ്, അത് കോൺസ്റ്റൻ്റ് ആണ്, വാല്യൂ ആണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ കെയെ പുറത്തെടുത്ത് വയ്ക്കണം. k ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 1 x dx. ഇനി നമുക്കറിയാം ഇൻ്റഗ്രൽ x dx. ഇൻ്റഗ്രേഷന് 2 ഫോർമുലയാണ് നമ്മൾ പ്രധാനമായും പഠിക്കുന്നത്. ഒരെണ്ണം ഇൻ്റഗ്രൽ 1 dx, ആൻസർ ഈസ് x. ഇൻ്റഗ്രൽ 1 dx ഈക്വൽ ടു x. രണ്ടാമത്തത് ഇൻ്റഗ്രൽ x റൈസ് ടു n dx ഈക്വൽ ടു, ഓർമ്മയുണ്ടോ, ഈസ് ഈക്വൽ ടു x റൈസ് ടു n+1 ഡിവൈഡഡ് ബൈ n+1. പവർ 1 കൂടും, കൃതി 1 കൂടും. ഇൻ്റഗ്രേഷനിൽ കൃതി 1 കൂടും, ഡിഫറൻസിയേഷനിൽ കൃതി 1 കുറയും. അപ്പോൾ ഇൻ്റഗ്രേഷനിൽ 2 റിസൾട്ട് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ഇൻ്റഗ്രൽ 1 dx ഈക്വൽ ടു x. അടുത്തത് ഇൻ്റഗ്രേഷൻ ഓഫ് x റൈസ് ടു എ നമ്പർ, ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ x റൈസ് ടു n dx ഈക്വൽ ടു x റൈസ് ടു n+1 ഡിവൈഡഡ് ബൈ n+1. ഈ 2 റിസൾട്ടാണ് നമ്മളിവിടെ ഇൻ്റഗ്രേഷനിൽ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ k പുറത്തെടുത്തു. k ഇൻറ്റു ഇൻ്റഗ്രൽ x dx. അപ്പോൾ ഇവിടെ എക്സിൻ്റെ കൃതി 1 ആണ്. എക്സ് എന്ന് കഴിഞ്ഞാൽ എക്സിൻ്റെ കൃതി 1 ആണ്. അപ്പോൾ കൃതി 1 ആണ്. അപ്പോൾ അതിൻ്റെ ആൻസർ, ഇൻ്റഗ്രേഷൻ്റെ ആൻസറിൽ കൃതി 1 കൂടും. അപ്പോൾ എങ്ങനെ കിട്ടും? k ഇൻറ്റു x റൈസ് ടു 1+1 ബൈ 1+1 ഈസ് ഈക്വൽ ടു, റൈറ്റ് സൈഡ് 1 ആണ്. PDF ആയതുകൊണ്ട് റൈറ്റ് സൈഡ് 1 ആണ്. അപ്പോൾ k ഇൻറ്റു x² ബൈ 2 ഈസ് ഈക്വൽ ടു 1. അപ്പോൾ ലിമിറ്റിൻ്റെ വാല്യൂ നമ്മളവിടെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് അപ്ലൈ ചെയ്യണം. 0 to 1 ബ്രാക്കറ്റിൽ 0 to 1 എന്ന് അപ്ലൈ ചെയ്യുന്നു. ഇനി എക്സിന് ഹൈ വാല്യൂ കൊടുക്കണം, മൈനസ് എക്സിന് ലോ വാല്യൂ കൊടുക്കണം. ഹയസ്റ്റ് വാല്യൂ മൈനസ് ലോവസ്റ്റ് വാല്യൂ, അത് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ ടീച്ചർ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഡെഫിനിറ്റ് ഇൻ്റഗ്രലിൽ എക്സിന് ആദ്യം 1 കൊടുക്കുന്നു. അപ്പോൾ x² ആണ് ഇവിടെ. 1 സ്ക്വയർ ഈസ് 1 മൈനസ് ലോവസ്റ്റ് വാല്യൂ 0 ആണ്, 0². അപ്പോൾ k/2 ഇൻറ്റു 1² മൈനസ് 0² ഈക്വൽ ടു 1. ഇവിടെ നിന്ന് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ k/2 ഈക്വൽ ടു 1 എന്ന് വരും. k/2 ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ k ഈസ് ഈക്വൽ ടു, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 ഇൻറ്റു 2 ആൻസർ ഈക്വൽ ടു 2. അങ്ങനെ k ഈക്വൽ ടു 2 എന്ന് പറയുന്ന വാല്യൂ കിട്ടും. ഈ ക്വസ്റ്റ്യൻ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം, ശ്രദ്ധിച്ച് കേട്ടോ. താഴെ തന്നിരിക്കുന്നത് ഒരു PDF ആണ്. പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ആണെങ്കിൽ kയുടെ വാല്യൂ കാണുക. f(x) ഈക്വൽ ടു kx. അപ്പോൾ രണ്ടാമത്തെ പ്രോപ്പർട്ടി നമുക്ക് ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാം, കാരണം ഇറ്റ് ഈസ് എ PDF. ഇൻ്റഗ്രൽ -∞ ടു ഇൻഫിനിറ്റി f(x) dx ഈക്വൽ ടു 1. ആ -∞ പ്ലസ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ ഏറ്റവും ചെറിയ വില മുതൽ വലിയ വില വരെ. എക്സ് നോക്കുമ്പോൾ അറിയാം 0 to 1 ആണ്. അപ്പോൾ 0 to 1 kx dx ഈക്വൽ ടു 1. ഇനി നമ്മൾ നേരെ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ പഠിച്ചതിൻ്റെ ഒരു ഐഡിയ ഇവിടെ അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ k പുറത്തെടുക്കുന്നു. k ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 1 x dx ഈക്വൽ ടു 1. അതിൽ നിന്നും ഇൻ്റഗ്രൽ x റൈസ് ടു 1 കാണുന്നു. ഇറ്റ് ഈസ് x² ബൈ 2. ഇനി ലിമിറ്റ് ബ്രാക്കറ്റ് ഇട്ട് അപ്ലൈ ചെയ്യുന്നു. 0 to 1. അതിൽ ആദ്യം ഹയസ്റ്റ് വാല്യൂ മൈനസ് ലോവസ്റ്റ് വാല്യൂ. k ഇൻറ്റു 1² മൈനസ് 0² ഈക്വൽ ടു 1. ദാറ്റ് ഈസ് k/2 ഈക്വൽ ടു 1. ദാറ്റ് ഈസ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ k ഈക്വൽ ടു 2. ഇതാണ് k കണ്ടുപിടിക്കാനുള്ള മാർഗം. അതിൽ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് kയുടെ വാല്യൂ കിട്ടും. ഇങ്ങനെയുള്ള ഏത് ക്വസ്റ്റ്യൻസും നമുക്ക് ചെയ്യാം.
ഇനി അവിടെ പഠിച്ചതുപോലെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ക്യാപിറ്റൽ എഫക്ട്സ്. ക്യാപിറ്റൽ എഫക്ട്സ് എന്ന് പറഞ്ഞാൽ കുമുലേഷൻ ആണ്. ഫ്രീക്വൻസി കൂട്ടി കൂട്ടി എഴുതുക. ഒഗീവ്സ് വരയ്ക്കാനായിട്ട് നമ്മൾ അന്ന് പഠിച്ചതും കുമുലേറ്റഡ് ഫ്രീക്വൻസി കണ്ടു, കൂട്ടി എഴുതി. അതിനെ നമ്മൾ ഗ്രേറ്റർ ദാൻ കുമുലേറ്റഡ് ഫ്രീക്വൻസി എന്നും ലെസ് ദാൻ കുമുലേറ്റഡ് ഫ്രീക്വൻസി എന്നും പഠിച്ചു. അതിലൊരു ടൈപ്പാണ് നമുക്കിവിടെ എടുക്കാനുള്ളത്, ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ക്യാപിറ്റൽ എഫക്ട്സ്. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ക്യാപിറ്റൽ എഫക്ട്സ്. നമ്മൾ ഇത്രയും നേരം പഠിച്ചത് സ്മോൾ എഫക്ട്സിനെ പറ്റിയാണ്. സ്മോൾ എഫക്ട്സിൽ നിന്നാണ് ക്യാപിറ്റൽ എഫക്ട്സ് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ക്യാപിറ്റൽ എഫക്ട്സ്. The distribution function capital Fx of a PDF Fx is defined as capital Fx equal to probability of x less than or equal to x. ആ സ്മോൾ എക്സ് സൂചിപ്പിക്കുന്നത് ഒരു പർട്ടിക്കുലർ വാല്യൂ ആണ്. ഇപ്പോൾ 2 മുതൽ 8 വരെയാണ് റാൻഡം വേരിയബിൾ ഉണ്ടായിരുന്നത്. നമ്മളോട് ചോദിക്കുകയാണ് കുമുലേറ്റഡ് ഫ്രീക്വൻസി 5 വരെ കാണാനാണ് പറഞ്ഞതെന്ന് വിചാരിക്കുക. റാൻഡം വേരിയബിളിൻ്റെ വിലകൾ 2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 8 ആണെന്ന് സങ്കല്പിക്കുക. നമ്മളോട് പറയുന്നു കുമുലേറ്റഡ് ഫ്രീക്വൻസി അപ് ടു 5 കാണാൻ. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 എന്നാണ് ക്യാപിറ്റൽ എഫക്ട്സ് അവിടെ ഉദ്ദേശിക്കുന്നത്. വിച്ച് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സ്. അതായത് എക്സിൻ്റെ ചെറിയ വില മുതൽ, ഈ എക്സാമ്പിളിൽ പറഞ്ഞതാണെങ്കിൽ അപ് ടു 5 എഫ് ഓഫ് എക്സ് ഡി എക്സ് കണ്ടുപിടിക്കുക. അവിടെയും അപ്ലൈ ചെയ്യേണ്ടത് ഇൻ്റഗ്രേഷൻ്റെ റൂള് തന്നെയാണ്. അപ്പോൾ സ്മോൾ എഫക്ട്സ് എന്ന് പറയുന്ന PDF-ൽ നിന്നും ക്യാപിറ്റൽ എഫക്ട്സ് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ജനറേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ക്യാപിറ്റൽ എഫക്ട്സ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ നിശ്ചിത വില, ദാറ്റ് ഈസ് സ്മോൾ എക്സ്. അപ്പോൾ ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു എക്സ് എഫ് എക്സ് ഡി എക്സ്, എക്സിൻ്റെ ചെറിയ വില മുതൽ, ഏറ്റവും ചെറിയ വില മുതൽ ആ പറഞ്ഞ എക്സ് വരെയുള്ള വാല്യൂസിനെ സ്മോൾ എഫക്ട്സ് വെച്ചിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. കുമുലേറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനായ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ക്യാപിറ്റൽ എഫക്ട്സിൻ്റെ പ്രത്യേകതകൾ, പ്രോപ്പർട്ടീസ് ഓഫ് എഫക്ട്സ്. ഒന്നാമത്തത്, ഏറ്റവും ചെറിയ വില 0 ആണെന്ന് അറിയാമല്ലോ പ്രോബിലിറ്റി. അപ്പോൾ 0 മുതൽ ക്യാപിറ്റൽ എഫക്ട്സിൻ്റെ വില ഏറ്റവും കൂടിയാൽ 1 വരെ പോകും. കാരണം ദ ടോട്ടൽ ഇൻ്റഗ്രൽ ഓഫ് സ്മോൾ എഫക്ട്സ് ഈസ് 1. അപ്പോൾ ക്യാപിറ്റൽ എഫക്ട്സ് എന്ന് പറയുന്നത് മാക്സിമം 1 വരെ പോകുള്ളൂ. അപ്പോൾ മാത്തമാറ്റിക്കലായിട്ട് എഴുതിയാൽ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ക്യാപിറ്റൽ എഫക്ട്സിൻ്റെ വില കുമുലേറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ്റെ വില 0-നും 1-നും ഇടയിലായിരിക്കും. രണ്ടാമത്തെ പ്രോപ്പർട്ടി നേരത്തെ പഠിച്ചത് തന്നെയാണ്, എഫ് ഓഫ് മൈനസ് ഇൻഫിനിറ്റി. എക്സിൻ്റെ ഏറ്റവും ചെറിയ വിലകൾക്ക് താഴെ ഒന്നും കുമുലേഷൻ നടത്താനില്ല എന്ന് പറഞ്ഞാൽ 0 എന്ന് എഴുതാനേ പറ്റുള്ളൂ. എഫ് ഓഫ് മൈനസ് ഇൻഫിനിറ്റി ഈക്വൽ ടു 0. എക്സിൻ്റെ ഏറ്റവും ചെറിയ വിലയ്ക്ക് താഴെ പിന്നെ എക്സിന് വേറെ ഒരു വാല്യൂസും ഇല്ല. അതുകൊണ്ട് എഫ് ഓഫ് മൈനസ് ഇൻഫിനിറ്റി ഈക്വൽ ടു 0. ആൻഡ് എഫ് ഓഫ് പ്ലസ് ഇൻഫിനിറ്റി, പ്ലസ് ഇൻഫിനിറ്റി എന്ന് ഉദ്ദേശിച്ചത് എക്സിൻ്റെ ഏറ്റവും വലിയ വില വരെയുള്ള എല്ലാ ഫ്രീക്വൻസികളും കൂട്ടണം. എഫ് ഓഫ് പ്ലസ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ ദ മാക്സിമം ഓഫ് എക്സ്, ദ ടോട്ടൽ ഈസ് 1 ബിക്കോസ് ദ ടോട്ടൽ പ്രോബിലിറ്റി ഈസ് 1. അടുത്ത മൂന്നാമത്തത്, എഫ് ഓഫ് എക്സ് ഈസ് നോൺ ഡിക്രീസിങ് ആൻഡ് റൈറ്റ് കണ്ടിന്യൂസ്. ഇത് നമ്മൾ അവിടെയും പഠിച്ചു. ഏതിലാണ്? കുമുലേറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ CDF-ലും പഠിച്ചു. ഇവിടെ അത് തന്നെ പഠിക്കുന്നു. എഫ് ഓഫ് എക്സ് ഈസ് നോൺ ഡിക്രീസിങ്, കാരണം അത് കുറയില്ല. കാരണം ഫ്രീക്വൻസി കൂട്ടി കൂട്ടി ചേർത്ത് എഴുതുകയാണ്. അല്ലെങ്കിൽ ഒരു ലോവർ ബൗണ്ട് മുതൽ അടുത്ത അപ്പർ ബൗണ്ട് വരെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് മുമ്പോട്ട് പോവുകയാണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് ഈസ് നോൺ ഡിക്രീസിങ് ആൻഡ് ഇറ്റ് ഈസ് റൈറ്റ് കണ്ടിന്യൂസ്. അപ്പോൾ ഗ്രാഫ് വരച്ചാൽ ഇത് വലത് ഭാഗത്തേക്ക് ഉയർന്നു പോകുന്ന, വർദ്ധിച്ചു വരുന്ന കണ്ടിന്യൂറ്റിയുള്ള ഒരു ഗ്രാഫായിട്ട് നമുക്ക് കിട്ടും. അതുകൊണ്ട് എഫ് എക്സ് ഈസ് നോൺ ഡിക്രീസിങ് ആൻഡ് റൈറ്റ് കണ്ടിന്യൂസ്. അടുത്തത് പ്രോബിലിറ്റി ഓഫ് എ ടു ബി. ഇത് നമ്മൾ അവിടെ പഠിച്ചത് തന്നെയാണ്. എ ബിയേക്കാൾ ചെറുതാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ബി വലുത് എ ചെറുത് ആണെങ്കിൽ പ്രോബിലിറ്റി ഓഫ് 2 ലിമിറ്റ് എ മുതൽ ബി വരെയുള്ള പ്രോബിലിറ്റി ചോദിച്ചാൽ എഫ് ബി വരെയുള്ള പ്രോബിലിറ്റിയിൽ നിന്നും എ വരെയുള്ള പ്രോബിലിറ്റി കുറച്ചാൽ മതി. എഫ് ബി മൈനസ് എഫ് എ. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രേറ്റ് ചെയ്താണ് കണ്ടുപിടിക്കുന്നത്. മൈനസ് ഇൻഫിനിറ്റി ടു എ പർട്ടിക്കുലർ വാല്യൂ എക്സ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എഫ് എക്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു എക്സ് എഫ് എക്സ് ഡി എക്സ്. ഇനി ആ ക്യാപിറ്റൽ എഫ് എക്സിൻ്റെ പ്രോപ്പർട്ടീസ്. ആദ്യത്തെ പ്രോപ്പർട്ടി നമുക്ക് തനിയെ എഴുതാൻ പറ്റും. 0 മുതൽ 1 വരെ ആയിരിക്കും ക്യാപിറ്റൽ എഫ് എക്സ്. കാരണം പ്രോബിലിറ്റി 0-നേക്കാൾ കൂടുതലാണ്, ടോട്ടൽ പ്രോബിലിറ്റി 1 ആണ്. അപ്പോൾ ടോട്ടൽ പ്രോബിലിറ്റി എല്ലാം കൂടെ കൂട്ടിയാൽ ക്യാപിറ്റൽ എഫ് എക്സ് ആണ്. അതിൻ്റെ വില 1 ആണ്. അപ്പോൾ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഇനി എഫ് ഓഫ് മൈനസ് ഇൻഫിനിറ്റി, എക്സിൻ്റെ ഏറ്റവും ചെറിയ വിലകൾ, അതിന് താഴെ ഒന്നും ഫ്രീക്വൻസി ഇല്ല. അപ്പോൾ ആൻസർ 0. എഫ് ഓഫ് ഇൻഫിനിറ്റി, എക്സിൻ്റെ എല്ലാ വിലകളും ഉള്ള ഫ്രീക്വൻസി കൂട്ടിയെടുത്താൽ അതിൻ്റെ ആൻസർ 1 ആണ്. എഫ് എക്സ് ഈസ് നോൺ ഡിക്രീസിങ് ആൻഡ് റൈറ്റ് കണ്ടിന്യൂസ്.
കുറയൂല, അതുകൊണ്ടാണ് നോൺ ഡിക്രീസിങ് എന്ന് പറയുന്നത്. അടുത്ത എ മുതൽ ബി വരെയുള്ള പ്രോബബിലിറ്റി ചോദിച്ചാൽ എഫ് ബി മൈനസ് എഫ് എ എന്ന് പറഞ്ഞാൽ ബി വരെയുള്ള കുമുലേറ്റഡ് ഫ്രീക്വൻസി മൈനസ് എ വരെയുള്ള കുമുലേറ്റഡ് ഫ്രീക്വൻസി. ഒരു കണ്ടീഷൻ എ ലെസ് ദാൻ ബി, ബി വലുതായിരിക്കണം, എ ചെറുതായിരിക്കണം. അപ്പോൾ നമ്മൾ പി എം എഫിൽ മീനും വേരിയൻസും പഠിച്ചതുപോലെ ഇവിടെ എഫ് എക്സിലും അതായത് പി ഡി എഫിലും മീനും വേരിയൻസും പഠിക്കാനുണ്ട്. ഇവിടെ പഠിക്കുന്നത് മീൻ ഈസ് ഈക്വൽ ടു എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് എക്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഇൻറ്റു എഫ് എക്സ്. അവിടെ പഠിച്ചത് രണ്ട് കോളം നമ്മൾ നിർമ്മിച്ചത് ഓർമ്മയുണ്ടോ? എക്സ് ഗുണം പി എക്സും എക്സ് സ്ക്വയർ പി എക്സും, അത് രണ്ടും കൂട്ടിയെടുത്തു. ഇവിടെ കൂട്ടാൻ പറ്റാത്തതുകൊണ്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. എക്സിൻ്റെ എല്ലാ വിലകളും, അതാണ് മൈനസ് ഇൻഫിനിറ്റി മുതൽ പ്ലസ് ഇൻഫിനിറ്റി വരെ എന്ന് പറഞ്ഞത്. എക്സ് ഇൻറ്റു എഫ് എക്സ് ഡി എക്സ്. അടുത്ത വേരിയൻസ് കാണാൻ ഫോർമുല അത് തന്നെയാണ്, എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് ഇ എക്സ് ദി ഹോൾ സ്ക്വയർ. ഇതിൽ ഇ ഓഫ് എക്സ് സ്ക്വയർ കാണാൻ നമ്മൾ അവിടെ നിർമ്മിച്ച കോളം എക്സ് സ്ക്വയർ ഇൻറ്റു പി എക്സ് ആണ്. അപ്പോൾ ഇവിടെ എക്സ് സ്ക്വയർ ഇൻറ്റു എഫ് എക്സ് കാണണം. ഇവിടെ കൂട്ടാൻ പറ്റാത്തത് കൊണ്ട് എല്ലാ വിലകൾക്കും ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് സ്ക്വയർ ഇൻറ്റു എഫ് എക്സ്. ഇനി നമുക്ക് ഇതിൻ്റെ കുറച്ച് അസൈൻമെൻറ്റ്സ് നോക്കാം. ഇതിൽ ആദ്യം പറയുന്നത് ദ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എ റാൻഡം വേരിയബിൾ എക്സ് ഈസ് എഫ് എക്സ് ഈക്വൽ ടു എക്സ് ബൈ 15. എക്സിൻ്റെ വില 1, 2, 3, 4, 5. അത് എനിക്ക് കാണേണ്ടത് ഫൈൻഡ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 4. രണ്ടാമത്തത് പ്രോബബിലിറ്റി ഓഫ് 0 മുതൽ 2 വരെ. 0യും 2ഉം ഇല്ല. 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 2. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഒന്ന് ഓർമ്മപ്പെടുത്തി തരാം. ഇവിടെ തന്നിട്ടുണ്ട് ഇത് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആണ് എന്ന് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആണ്. അപ്പോൾ എക്സിന് 1 ആണ്, 2 ആണ്, 3 ആണ്, 4 ആണ്, 5 ആണ്. അപ്പോൾ നമുക്ക് എന്ത് വേണം? എക്സ് വരിയും വേണം, പിന്നെ പി വരിയും വേണം. ഇവിടെ പിക്ക് പകരം എഫ് എക്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അത് പ്രശ്നമല്ല. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ബൈ 15. അപ്പോൾ എക്സിന് ടേബിൾ ഉണ്ടാക്കുകയാണ്. എക്സ് 1, 2, 3, 4, 5. പ്രോബബിലിറ്റി ഓഫ് എക്സ് അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് എങ്ങനെ കാണാൻ പറഞ്ഞു? എക്സ് ബൈ 15. എക്സ് 1 ആകുമ്പോൾ 1 ബൈ 15. എക്സ് 2 ആകുമ്പോൾ 2 ബൈ 15. എക്സ് 3 ആകുമ്പോൾ 3 ബൈ 15. മറ്റത് 4 ബൈ 15. മറ്റത് 5 ബൈ 15. സംശയം ഉണ്ടെങ്കിൽ പി ലൈൻ കൂട്ടി നോക്കുക. കൂട്ടി നോക്കിയാൽ 1 തന്നെ കിട്ടും. അപ്പോൾ ഇത് പി എം എഫ് ആണ്. അപ്പോൾ എക്സ് ലൈൻ എഴുതി, പി എക്സ് ലൈൻ എഴുതി. ഇനി നമുക്ക് കാണേണ്ടത് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 4. പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 4 എങ്ങനെ കാണും? എക്സിൻ്റെ വില 4നേക്കാൾ കൂടുതൽ എന്ന് പറഞ്ഞാൽ ആകെ 5 മാത്രമേ ഉള്ളൂ. പി ഓഫ് 5 എത്രയാണെന്ന് ടേബിളിൽ നോക്കണം. എക്സിൻ്റെ വില 5 ആകുമ്പോൾ പ്രോബബിലിറ്റി എത്രയാണ്? ഇറ്റ് ഈസ് 5 ബൈ 15. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, പ്രോബബിലിറ്റി ഓഫ് 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 2. എക്സിൻ്റെ വില 0നും 2നും ഇടയിൽ. 0ഉം 2ഉം ഇല്ല. അപ്പോൾ നമ്മൾ ടേബിളിൽ നോക്കിയാൽ 0നും 2നും ഇടയിലാകെ ഒരൊറ്റ വാല്യൂ ഉള്ളൂ, അത് എക്സ് ഈക്വൽ ടു 1 ആണ്. എക്സിൻ്റെ വില 0നും 2നും ഇടയിലുള്ള പ്രോബബിലിറ്റി എത്ര? അവിടെ പറയുന്നു 0നും 2നും ഇടയിൽ ഒരൊറ്റ വാല്യൂ ഉള്ളൂ, അതാണ് പ്രോബബിലിറ്റി ഓഫ് 1. അപ്പോൾ നമുക്കത് 1 ബൈ 15 എന്ന് എഴുതാം. ഇനി നമ്മുടെ എക്സ്പെക്റ്റേഷൻ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു വൺ വേർഡാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു റാൻഡം വേരിയബിളിൻ്റെ മീൻ എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് എക്സ് ഈസ് 7 എങ്കിൽ എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് 7x മൈനസ് 3 എത്രയാണ്? അപ്പോൾ നമ്മൾ പ്രോപ്പർട്ടി മനസ്സിൽ കൊണ്ടുവന്ന് എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് എ എക്സ് പ്ലസ് ബി ഈക്വൽ ടു എ ഇൻറ്റു എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് എക്സ് പ്ലസ് ആ കോൺസ്റ്റൻറ്റ് ബി. ഇവിടെ ഇത് -3 ആണ്. അപ്പോൾ ഇവിടുത്തെ ബി എന്ന് പറയുന്നത് -3 ആണ്. അപ്പോൾ 7 ഇൻറ്റു expected value of x is 7. 7 into 7 is 49. 49 minus 3. Answer is 46. അടുത്ത the PDF of a random variable is fx equal to 3x square. 0 less than x less than 1. എക്സിൻ്റെ ഇൻ്റർവെൽ എന്ന് പറയുന്നത് 0 മുതൽ 1 വരെയാണ്. അതായത് റാൻഡം വേരിയബിളിൻ്റെ വില 0 മുതൽ 1 വരെയാണെങ്കിൽ മീൻ കാണേണ്ട ഫോർമുല ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് എക്സ് ഈക്വൽ ടു ഇവിടെ ഇൻ്റഗ്രേഷനാണ് -∞ ടു +∞ എക്സ് എഫ് എക്സ് ഡി എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ -∞ എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ വില, എക്സിൻ്റെ ഏറ്റവും ചെറിയ വില 0 ആണ്, അപ് ടു ഏറ്റവും വലിയ വില 1 എക്സ് ഇൻറ്റു 3x² ഡി എക്സ്. ഇവിടെ 3 കോൺസ്റ്റൻ്റ് ആണെന്നറിയാം. അപ്പോൾ 3 നമ്മൾ പുറത്തെടുത്ത് വയ്ക്കണം. അപ്പോൾ ഇൻ്റഗ്രൽ എക്സിൻ്റെ x² അവിടെ മിച്ചമുണ്ട്. അപ്പോൾ എക്സിൻ്റെ x² ഈക്വൽ ടു x³ ആയി.
എക്സ് ക്യൂബ്ഡിൻ്റെ ഇൻ്റഗ്രൽ നമുക്കറിയാം എക്സ് റൈസ് ടു 4/4. ഉടനെ ബോക്സ് വരച്ച് ലിമിറ്റ് കൊടുക്കുക 0 to 1. 0 to 1 കൊടുത്താൽ 3/3 വെട്ടിപ്പോവും. 3 അവിടെ ഉണ്ടായിരുന്നതും എക്സ് ക്യൂബ്ഡ് ബൈ 3യിലെ ആ 3യും കൂടെ വെട്ടിപ്പോവും. പിന്നെ എക്സ് ക്യൂബ്ഡിൻ്റെ ലിമിറ്റ് മാത്രമേ കൊടുക്കാനുള്ളൂ. അപ്പോൾ 1 ക്യൂബ്ഡ് മൈനസ് 1 ആൻസർ ഈസ് 1. മീൻ ഈക്വൽ ടു 1. ഇനി നമുക്ക് ഒത്തിരി എക്സർസൈസ് ഉണ്ട്. അത് ഇതാണ് പറയുന്നത്. ദ PDF ഓഫ് എ റാൻഡം വേരിയബിൾ എക്സ് എഫ് എക്സ് ഈക്വൽ ടു x/8 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 4. അത് കണ്ടിന്യൂസ് ആണ്, ഇൻ്റഗ്രേറ്റ് ചെയ്തേ ചെയ്യാൻ പറ്റുള്ളൂ. അടുത്തത് നമ്മൾ കാണുന്നത് റൈറ്റ് ദ 2 പ്രോപ്പർട്ടീസ് ഓഫ് കുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. കുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ്റെ ഏതെങ്കിലും 2 പ്രോപ്പർട്ടീസ് എഴുതുക. അത് ഞാൻ പറഞ്ഞു തന്നായിരുന്നു. ഇത് റൈറ്റ് കണ്ടിന്യൂസ് ആണ്, നോൺ ഡിക്രീസിങ് ആണ്, എഫ് ഓഫ് മൈനസ് ഇൻഫിനിറ്റി 0 ആണ്, എഫ് ഓഫ് ഇൻഫിനിറ്റി 1 ആണ്, നോൺ ഡിക്രീസിങ് ആണ്. അങ്ങനെ ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്. 2 എണ്ണം എഴുതുക. അടുത്തത് PM ഓഫ് എ റാൻഡം വേരിയബിൾ ഈസ് ഗിവൺ ബൈ PMF ആണ്, എക്സ് വരിയുണ്ട്, PX വരിയുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് കാണാൻ ചോദിക്കും? മീൻ കാണും, വേരിയൻസ് കാണും, അങ്ങനെയൊക്കെ ഉള്ളത്. അടുത്ത അസൈൻമെൻറ്റ് എല്ലാം നിങ്ങളുടെ പ്രാക്ടീസിന് വേണ്ടി ഞാൻ നിങ്ങൾക്ക് തരികയാണ്. എല്ലാവർക്കും ഈ റാൻഡം വേരിയബിളിൻ്റെ കണ്ടിന്യൂറ്റി കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എന്ന് പറയുന്ന പോർഷൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞത് എക്സ് എന്ന റാൻഡം വേരിയബിളിന് ഏത് വിലകളും സ്വീകരിക്കാൻ പറ്റും ഇൻ ആൻ ഇൻ്റർവൽ ഓർ മോർ ദാൻ 1 ഇൻ്റർവൽ. ഇറ്റ് ഈസ് കോൾഡ് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ. ആ റാൻഡം വേരിയബിളിന് ഒരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാകും. ആ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ്റെ പേരാണ് PDF, പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ. പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷനിൽ നിന്നും കിട്ടുന്ന വേറൊരു ഐഡിയ ആണ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ക്യാപിറ്റൽ എഫ് എക്സ്. ക്യാപിറ്റൽ എഫ് എക്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു എക്സ് എഫ് എക്സ് ഡി എക്സ്. ഇൻ സിമ്പിൾ, പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ നിശ്ചിത വില സ്മോൾ എക്സ്. പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്. ഇനി നമ്മളവിടെ പഠിച്ചതാണ് PDF തന്നിട്ടുണ്ടെങ്കിൽ മീനും വേരിയൻസും കാണാൻ. മീൻ ഈക്വൽ ടു എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് എക്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് എഫ് എക്സ് ഡി എക്സ്. വേരിയൻസ് കാണാനായിട്ട് എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് EX ദി ഹോൾ സ്ക്വയർ. അതിൽ ഈ എക്സ് സ്ക്വയർ കാണാൻ ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് സ്ക്വയർ ഇൻറ്റു FX DX. അങ്ങനെ നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സിലെ റാൻഡം വേരിയബിൾ എന്ന് പറയുന്ന സെക്ഷൻ നമ്മൾ തീർത്തിരിക്കുകയാണ്. എല്ലാവരും അസൈൻമെൻറ്റൊക്കെ പ്രാക്ടീസ് ചെയ്യുക. സംശയങ്ങളുണ്ടെങ്കിൽ കമൻ്റായിട്ട് ഇടുക. താങ്ക് യു സ്റ്റുഡൻസ്.